ഇന്നലെ ഞങ്ങൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ പോയി. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ സിനിമ. ശരിക്കും ഞാനൊരു നിവിൻ പോളി ഫാനാണ്, മമിത ബൈജു, പിന്നെ അതേപോലെ തന്നെ അതിൽ അഭിനയിച്ച ഓരോരാളും അവർക്കെല്ലാം അവരുടേതായ സ്പേസ് കൊടുത്തിട്ട് ശരിക്കും എനിക്ക് മിക്ക സിനിമ പോയാലും ഞാൻ മിക്കവാറും ഉറക്ക് പോയിട്ട് ഇത്രയധികം ആസ്വദിച്ച് കണ്ടൊരു സിനിമ. നിങ്ങൾ സിനിമ പോകാത്തവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. നമ്മൾ ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ നമ്മളെ ഗ്രാമഭംഗി, നൊസ്റ്റാൾജിയ, അല്ലാണ്ട് നമുക്ക് രാവിലെ പാരീസിൽ പോയി ചായ കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ഉഗാണ്ടയിൽ പോയിട്ട് ബോംബിടുന്നതല്ല നമുക്ക് ഇഷ്ടപ്പെട്ടെ. നമുക്ക് നമ്മളെ ഗ്രാമീണ കഥാപാത്രങ്ങൾ അത് ആ തന്മയത്തോട് തന്നെ പാട്ടും എന്താ പറയണ്ടേ അതെല്ലാം കാണുമ്പോൾ എൻ്റെ പഴയ ഒരു കാലത്തേക്ക്, അപ്പം പ്രേമമുണ്ടോയെന്ന് ചോദിക്കും, അത് പിന്നത്തെ കാര്യം. ആ ഒരു കാലത്തേക്ക് കൊണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കലും ബസ് കയറലും അങ്ങനെയില്ലേ. അപ്പം എന്തായാലും എല്ലാവരും ബസ് അടഞ്ഞു നിർത്തിയിട്ട് ഷൂട്ടിങ്. പിന്നെ ഇന്നത്തെ കാലത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ അത് പഴയൊരു കഥയാണെങ്കിലും ഇന്നത്തെ ഒരു ന്യൂജൻ കഥയും കൂടിയാണ്. കാരണം എവിടെ വെച്ചിട്ടും ഷൂട്ട് ചെയ്യുക, ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ കോളേജ് തല്ലിയെല്ലാം പുതുമയല്ല. പക്ഷേങ്കിൽ ഒരു പഴയ സാധാ കഥ. അതിൻ്റെ സംവിധായകനും അഭിനയിച്ചിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അപ്പം വീണ്ടും നിവിൻ പോളി പുതിയ എനിക്ക് തോന്നുന്നൊരു ലാലേട്ടൻ്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി ഓൾറെഡി. അപ്പം ഓസ്ട്രേലിയയിലും എല്ലാം തന്നെ തരംഗാന്ന് ഹൗസ്ഫുൾ. ആദ്യമായിട്ട് ഞങ്ങളൊരു ഹൗസ്ഫുൾ കാണുന്നത്. ഇന്നത്തേക്കൊന്നും ടിക്കറ്റ് ഇല്ല. അപ്പം എല്ലാവരും പോയി കാണുക. ഓസ്ട്രേലിയയിൽ നിന്ന് വിനീഷ്.